ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറെ പേര് മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് സെമ്മിൽ ഒരു ടൈം ടേബിൾ വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ തുടങ്ങുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം മാർച്ച് 14 തുടങ്ങുന്ന രീതിയിൽ. പക്ഷെ ആ ഒരു വീഡിയോ ഇടാനുള്ള ഒരു ടൈം ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ടൈം ടേബിൾ അല്ല ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മളിപ്പം ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 16 വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ ജസ്റ്റ് ആ ടൈം ടേബിൾ ഒന്ന് പറഞ്ഞു പോവാം. ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ആ ഒരു ടൈം ടേബിൾ ഞാൻ ഫോട്ടോ ആയിട്ട് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ 16 ദിവസത്തേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 മുതൽ 16-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 16 നിങ്ങൾ പഠിച്ചു തീരുവാണെങ്കിൽ 17, 18, 19 അങ്ങനെ 3 ദിവസം നിങ്ങൾക്ക് വീണ്ടും ടൈം കിട്ടുന്നതായിരിക്കും എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് 28-ാം തീയതിയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഈ 1-ാം തീയതിക്ക് മുന്നേ തന്നെ ആ ഒരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും വീഡിയോ കണ്ടുവരുന്ന ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഏപ്രിൽ 1 മുതൽ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ 6 ദിവസം എന്ന് പറയുമ്പം 6 ദിവസം മാത്രം നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചേ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് ഏകദേശം നമുക്ക് മൊത്തത്തിൽ നോക്കിയാൽ ഒരു 6 ചാപ്റ്റർ കുറച്ചധികം പഠിക്കാൻ ടൈം വേണം. ഒരു 6 ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ വെച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ 6 ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം മൈക്രോബയോളജിയിൽ ഒരു ചാപ്റ്ററും 5 എണ്ണം AHN അഥവാ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിലെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു സബ്ജക്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്ടീരിയയും വൈറസും ഒക്കെ വരുന്ന മൈക്രോബയോളജിയിലെ 3rd ചാപ്റ്റർ. അത് കുറച്ച് ടഫ് ആണ്. അപ്പൊ ആ ഒരു വൈറസ് ഒന്നും നിങ്ങൾ പഠിക്കാണ്ട് പോവല്ലേ. മസ്റ്റ് ആയിട്ടും ഒരു എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വൈറസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾ HIV, ഹെപ്പറ്റൈറ്റിസും പോളിയോയും ഒക്കെ പഠിച്ചിട്ട് പോവുക. അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഒരെണ്ണം ഇട്ടേക്കുന്നത്. പിന്നെ ഉള്ളത് 5 അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിലെ സബ്ജക്റ്റ് ആണ്. ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഒന്ന് കമ്മ്യൂണിക്കബിള്, ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം, ഒന്ന് കാർഡിയോവാസ്കുലാർ സിസ്റ്റം, ഒന്ന് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. അപ്പൊ ഈ ഒരു 16 ദിവസത്തിൽ 6 ദിവസം നിങ്ങൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പോവാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങളത് ഭയങ്കര ടഫ് ആണെന്ന് ഒരിക്കലും വിചാരിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. മൈക്രോബയോളജി ആണെങ്കിൽ പോലും ഒരു ചാപ്റ്റർ ഉള്ളൂ കുറച്ച് ടഫ്. ബാക്കിയൊക്കെ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും ഉള്ളത്. പിന്നെ ഉള്ളത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗും അങ്ങനെ ഭയങ്കര ടഫ് ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് നമ്മളെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ അതനുസരിച്ച് പഠിച്ചു പോവുക. ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഓരോ സിസ്റ്റം വൈസ് പഠിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നമ്മൾ ഓരോ സിസ്റ്റം തീർത്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. റെസ്പിറേറ്ററി സിസ്റ്റം വരുമ്പോൾ എങ്ങനെ പത്തോഫിസിയോളജി എഴുതണം, എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ തമ്മിൽ സിംറ്റംസ് ഒക്കെ മിക്കതും അത്യാവശ്യം ഒരുപോലെ വരുന്നതൊക്കെ കാണും. സോ അപ്പൊ നമുക്കതൊക്കെ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് പോവാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതി നമ്മൾ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇട്ടിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ദിവസം ഏപ്രിൽ 2 ആവുമ്പോഴത്തേക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിലെ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിലെ 6th ചാപ്റ്റർ ആണ് ഇട്ടിട്ടുള്ളത്. ഏപ്രിൽ 3 ആവുമ്പോഴത്തേക്ക് നമ്മൾ AHNന്റെ 4ാമത്തെ ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ദിവസം ആ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടൈമും കൂടെ കിട്ടുന്നുണ്ട്. അടുത്തത് ഏപ്രിൽ 4-ാം തീയതി AHNന്റെ 2ാമത്തെ ചാപ്റ്ററും ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 5ാമത്തെ ചാപ്റ്ററും. ഏപ്രിൽ 5 ആവുമ്പോഴത്തേക്ക് AHNന്റെ 6ാമത്തെ ചാപ്റ്റർ. AHNന്റെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കാർഡിയോവാസ്കുലാർ സിസ്റ്റം ആണ്. സോ നിങ്ങൾക്ക് ഏപ്രിൽ 5-ാം തീയതി ആ ഒരു കാർഡിയോവാസ്കുലാർ സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി. അടുത്ത ഏപ്രിൽ 6 ആവുമ്പോഴത്തേക്ക് മൈക്രോബയോളജിയുടെ 2ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 9ാമത്തെ ചാപ്റ്ററും. ഞാൻ ജസ്റ്റ് എല്ലാം വേഗം പറഞ്ഞു പോവാണ്. ബിക്കോസ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതൊരു ഫോട്ടോ ആയിട്ട് എല്ലാ തവണയും കൊടുക്കുന്ന പോലെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഏപ്രിൽ 7-ാം തീയതി AHNന്റെ 11ാമത്തെ ചാപ്റ്റർ. AHNന്റെ 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് അതും. അടുത്ത ഏപ്രിൽ 8-ാം തീയതി AHNന്റെ 3ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 10ാമത്തെ ചാപ്റ്റർ ആണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് 9-ാം തീയതി ഏപ്രിൽ 9-ാം തീയതി മൈക്രോബയോളജിയുടെ 3rd ചാപ്റ്റർ. ഓൾറെഡി നമ്മളിത് പറഞ്ഞു, കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അടുത്തത് ഏപ്രിൽ 10-ാം തീയതി AHNന്റെ 7ാമത്തെ ചാപ്റ്ററും ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 8ാമത്തെ ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത്. ഏപ്രിൽ 11 ആവുമ്പോഴത്തേക്ക് AHNന്റെ 5ാമത്തെ ചാപ്റ്റർ. AHNന്റെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്.
ഏപ്രിൽ 12 ആവുമ്പോഴത്തേക്ക് AHNന്റെ 8ാമത്തെ ചാപ്റ്ററും ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 2ാമത്തെ ചാപ്റ്ററും ഏപ്രിൽ 13 ആവുമ്പോഴത്തേക്ക് മൈക്രോബയോളജിയുടെ 4ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിലെ 7ാമത്തെ ചാപ്റ്ററും ഏപ്രിൽ 14 ആവുമ്പോഴത്തേക്ക് AHNന്റെ 10ാമത്തെ ചാപ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. AHNന്റെ 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആണ്. ഏപ്രിൽ 15 ആവുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 3ാമത്തെ ചാപ്റ്ററും ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 4ാമത്തെ ചാപ്റ്ററും. അത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അടുത്തത് ഏപ്രിൽ 16 തീയതി, അതാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം. അപ്പോഴത്തേക്ക് AHNന്റെ 9ാമത്തെ ചാപ്റ്റർ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 11ാമത്തെ ചാപ്റ്റർ. അപ്പം ഈ ഒരു 16 ദിവസം ആവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിച്ച് കഴിയാനായിട്ട് പറ്റും. സോ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ ആവാതെ പഠിക്കുക. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് തേർഡ് സെം ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു സെമസ്റ്റർ ഒന്നും അല്ല. ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ സിമ്പിൾ ആണ്, മൈക്രോബയോളജിയും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് വരുന്നത് AHN ആണ്. ബിക്കോസ് ഒരു പാത്തോഫിസിയോളജി ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വിചാരിച്ചാൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ഏപ്രിൽ 7 തീയതിയും 13 എക്സാം ആണ്. നിങ്ങളുടെ പോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. അപ്പം മാക്സിമം അത് കഴിഞ്ഞിട്ടാണെങ്കിലും വീഡിയോസ് പറ്റുന്ന പോലെ ചെയ്യുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. സമയം കിട്ടുന്ന പോലെ ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.